എനിക്ക് അല്പം പോലും പേടിയില്ല, ഞാനിപ്പോൾ തളരില്ല, ഞാൻ പതറില്ല എന്ന് ദൃഢമായി പറയാൻ സാധിച്ച ആളാണ് പരീക്ഷത്ത്. ഇതുപോലെ നമ്മൾ പറയണം, ഇനി എന്തു വന്നാലും പാലം കുലുങ്ങിയാലും അതൊരു പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്ന് വരും. മനസ്സിലായില്ലേ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി എന്ന് പറയാം വിചാരിക്കുക. ഇപ്പം ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്യാൻ പലതും, ഉള്ളതൊക്കെ ചെക്ക് ചെയ്തു, ഷുഗർ ഗിഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് റിപ്പോർട്ട് മേടിക്കാൻ നിങ്ങൾ പോകുന്നു. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ്, ഒറ്റയ്ക്കാണോ വന്നത്? ഇങ്ങനെ ചോദിക്കുമ്പം ഇപ്പൊ നിങ്ങൾ ചിരിച്ച പോലെ ആവില്ലേ കാര്യം? ചിരിക്കുമോ? അപ്പം ഡോക്ടർ മുന്നിൽ നന്നായി ഡോക്ടർ ചോദിച്ചത്, ഇഷ്ടപ്പെട്ട ചോദ്യം. അപ്പം തന്നെ ഒരു ഷോക്ക് അപ്പം അടിക്കും. ഒറ്റയ്ക്കാണോ വന്നതെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ഒരാളെ കൊണ്ടും തളർത്താൻ തകർക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇതൊരു വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റാണത്. കാരണം ഇന്നുണ്ടല്ലോ നമുക്ക് എളുപ്പം തളരാം. നമ്മുടെ കുട്ടികൾ സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കല്യാണം കഴിച്ചു കൊടുത്താൽ സേഫാണെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ നമുക്കറിയാം എങ്ങനെയാണ് എക്കണോമി അവസ്ഥ എന്നുള്ളത്. ജോലിയുടെ സുരക്ഷിതത്വം നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാൻ അല്ലേ സാധിക്കും. എത്രയോ കഴിവുണ്ടായിട്ടും എത്രയോ അറിവുണ്ടായിട്ടും കാര്യമില്ല. ഒരു പയ്യൻ ഇൻ്റർവ്യൂവിന് വന്നിട്ട് പ്യൂണിനോട് പറയാണ്, കഷ്ടം നിൻ്റെയൊക്കെ ജീവിതം ആലോചിക്കുമ്പോൾ. അതെന്താന്ന് വെച്ചു, എനിക്ക് MBA ഡിഗ്രി ഉണ്ട്, ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാണ്, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ എന്താ ഉള്ളത്? ഉടനെ പ്യൂൺ പറഞ്ഞു, എനിക്കൊരു ജോലി ഉണ്ട് എന്ന്. നിനക്ക് ഡിഗ്രി ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷെ നിനക്ക് ജോലിയില്ല, അതാ കാര്യം. എനിക്കൊരു ജോലി ഉണ്ട്, അതാണ്. ഇപ്പം ഇന്നത്തെ ഒരു ജോലി സുരക്ഷിതമല്ല. ഇന്നത്തെ ചുറ്റുപാടൊക്കെ നമുക്കറിയാം. അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ്. ശരീരത്തിന് എപ്പോൾ വേണമെങ്കിലും തളർത്താൻ പറ്റും. പ്രത്യേകിച്ച് എറണാകുളത്ത് ഏത് കൊതുകൾ കടിക്കുന്നതെന്ന് അറിയില്ല. ചിക്കനാണോ അതോ മട്ടനാണോ തക്കാളിയാണോ എന്താ നമുക്കറിയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ തളർത്താൻ ചുറ്റുപാടിന് സാധിക്കുമെങ്കിൽ നാം മനസ്സിനെ ക്രമേണ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് പറയാൻ പറ്റും, പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ എൻ്റെ കൂടെ ഭഗവാനേ ഉള്ളൂ. ഈ ധൈര്യം നമുക്ക് മനസ്സിന് അല്പമെങ്കിലും കുറച്ചൊരു ഉയർച്ച തരില്ലേ? തീർച്ചയായിട്ടും. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? എന്നിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, ഉറങ്ങുമ്പോഴും നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാൻ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഈ ഭാഗവതം ജന്മാന്തരെ പുണ്യം തന്നെയാണ്. ഇത് പരീക്ഷിത്ത മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മനസ്സിനുയർത്തി. അങ്ങനെ ഇരിക്കെ ഒരിക്കലും പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പം, ഇത് പുരാണത്തിൽ വരുന്നൊരു കഥയാണ്. അവിടെ ദേവന്മാർ വന്നു അത്രേ. ദേവന്മാരെപ്പോഴും പാരവയ്ക്കുന്ന ഗ്രൂപ്പാണല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ, രാധാകൃഷ്ണൻജി പറഞ്ഞതുപോലെ, അവർക്ക് എപ്പോഴും അസൂയാണ്. അപ്പോൾ ദേവന്മാരവിടെ അമൃതമായിട്ട് വന്നു എന്നാണ്. അങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കുക. അപ്പം ദേവേന്ദ്രനും കൂട്ടരാണ് ചോദിച്ചു, എന്താ കാര്യം? അല്ല, ഞങ്ങൾക്ക് ഭാഗവതം ഇങ്ങോട്ട് തന്നാൽ അദ്ദേഹത്തിന് പരീക്ഷത്തിന് അമൃതം അങ്ങോട്ട് കൊടുക്കാൻ. ശ്രീശുഖ ബ്രഹ്മർഷി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അമൃത്? എന്ത് കാര്യം നിങ്ങളുടെ അമൃത് കൊണ്ട്? കൊണ്ടുപോകൂ ദേവന്മാരെ. കൊക്കഥ കൊസ്വത എന്തു കാര്യമുണ്ട് അതുകൊണ്ട്? ഇതൊന്നും ഈ ഭാഗവതാമൃതത്തിൻ്റെ അടുത്ത് പോവില്ല, കൊണ്ടുപോയിക്കോളൂ. കാരണം എന്താണത്രേ? അവർക്ക് അതിൽ അത്ര താല്പര്യം, ആ ഭാഗവതത്തെ ഉൾക്കൊള്ളാനുള്ള താല്പര്യം ദേവന്മാർക്ക് കണ്ടില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞയച്ചു. പിന്നീട് മറ്റൊരു കഥ പറയുന്നത്, പരീക്ഷത്തിന് ഭാഗവതം കൊണ്ട് ഉന്നതി കിട്ടിയപ്പോൾ ബ്രഹ്മാവിനൊരു സംശയം, എന്താ ഇത്ര ഭാഗവതത്തിന് ശക്തി? ഒന്ന് നോക്കണമല്ലോ. ഒരു തുലാസ് കൊണ്ടുവന്ന് ഒരു തട്ടിൽ ഭാഗവതവും മറുതട്ടിൽ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ വെച്ച് നോക്കിയത്രേ. അപ്പൊ കാണുന്നത് മറ്റ് ശാസ്ത്രങ്ങൾ അപ്പോഴും അത് പൊങ്ങി നിൽക്കുകയാണ്, ഭാഗവതം താഴ്ന്നു നിൽക്കുകയാണ്. താഴ്ന്നു നിൽക്കാൻ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാറ്റിനേക്കാളും ഭാരം. ഇവിടെ പുസ്തകത്തിന്റെ ഭാരമല്ല, അത് വേറെ കാര്യം. പുസ്തകം തന്നെ 2 വോള്യം ഉണ്ടല്ലോ, ആ അർത്ഥത്തിലല്ല ഇവിടെ. അതിൻ്റെ അറിവ് കൊണ്ടും അതിൻ്റെ സമ്പത്ത് കൊണ്ടും അതിൻ്റെ ഉള്ളിലെ ഘടന കൊണ്ടും എല്ലാം കൊണ്ടും മറ്റ് ശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള ഭാഗവതം
ഇതിന് ചിട്ടപ്പെടുത്തിയത്, സപ്താഹ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത് സനൽകുമാരാദി മഹർഷിമാരാണ്. അത് അദ്ദേഹം നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കഥ പറയുമ്പോൾ, ഒരിക്കൽ നാരദ മഹർഷി ഭാരതത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നു. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. നാരദ മഹർഷിക്ക് ഇടയ്ക്ക് ഭൂമിയിലേക്ക് വരാൻ തോന്നും. അപ്പോഴൊക്കെ കഷ്ടപ്പാടുകളായിരിക്കും ഇവിടെ. നാരദ മഹർഷി വന്നു. എവിടേക്കാണ് അത്രേ? അഹം ത്വ പൃഥിവീം യാദോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശിം ഗോദാവരിം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു ബ്രഹ്മമാണൈതസ്തദാ. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങൾ. ഒരുപക്ഷെ കേരളത്തിലും വന്നിട്ടുണ്ടാവും. കേരളത്തിൽ വന്നാൽ കണക്കായി. എന്നാ അവിടെയൊന്നും അവശ്യം കുത്രജിത് ധർമ്മ മനസ്സന്തോഷകാരകം, മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യവും അവിടെ കണ്ടില്ല. എങ്ങനെ കേരളത്തിൽ വന്ന് കാണുക? മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോട്ടെ, ഇവിടെ തന്നെ വന്നാൽ ധാരാളല്ലേ. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, എന്നും വെട്ടിക്കൊലയാണ്. ഇന്ന് നാരദ മഹർഷി വന്നാൽ അദ്ദേഹത്തിന് ടെൻഷൻ ആവാനേ സമയം ഉണ്ടാവുള്ളൂ. കണ്ണൂർ എത്തുമ്പോഴേക്കും രാഷ്ട്രീയ കൊലപാതകം, കോഴിക്കോട് എത്തുമ്പോഴേക്കും മാറാട്, അത് കഴിഞ്ഞ് മലപ്പുറത്തെത്തിക്കുമ്പോഴേക്കും ഹവാല, ഒറ്റപ്പാലത്തിൽ എത്തിക്കുമ്പോഴേക്കും പാർട്ടിക്കാർ തമ്മിൽ അടി, അത് കഴിഞ്ഞ് എറണാകുളത്ത് എത്തുമ്പോഴേക്കും കോടതിയിലടി, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും എന്താ ലാവലിനോ. ഇതെല്ലാം കൂടി കാണുമ്പോൾ നാരദ മഹർഷിക്ക് തോന്നും ഭേദം അവിടെ തന്നെയാണെന്ന്. പിന്നെണ്ടോ മറ്റുള്ള സ്ഥലങ്ങളുടെ ഒക്കെ കാര്യം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ നാട്ടിലും പോയി അവിടെയൊക്കെ പ്രശ്നങ്ങൾ. സത്യം നാസ്തി, സത്യം പൊളിഞ്ഞുപ്പം. സത്യം എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പൊളിഞ്ഞു. സത്യം നാസ്തി, ഇതൊക്കെ അന്നേ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ടേ, സത്യം പൊളിയുന്നുള്ളത്. വേദവ്യാസ മഹർഷിയെ സമ്മതിക്കുക തന്നെ വേണം. ഒരു പക്ഷെ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ നമുക്ക് കാശ് തരുമായിരുന്നു. ഇതന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം നാസ്തി, സത്യം ഉണ്ടാവില്ല. തപ ശൗചം ദയാദാനം ഇതൊന്നും ഉണ്ടാവില്ല. ഉദരം പരിണോ ജീവ. ഈ കാലത്ത് ആളുകൾക്ക് വയറ് നിറയ്ക്കാനും പിന്നെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത വിചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. മന്ദാസു മന്ദപതയോ മന്ദഭാഗ്യ. ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവും, പക്ഷെ അത് വേണ്ടാത്ത കാര്യത്തിൽ ധാരാളം ഉപയോഗിക്കും, വേണ്ടതിൽ കുറച്ച് ഉപയോഗിക്കും. പാകണ്ഡ നിരതാസന്തോ വിരക്ത സപരിഗ്രഹ തരുണി പ്രഭുതാഗേഹേ. സ്ത്രീകൾ പാവം ജോലിക്ക് പോകണം, അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ സ്ത്രീകളൊന്നും ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആശ്രമായവനെ ആശ്രമങ്ങളൊക്കെ, ആശ്രമത്തിന്റെ പവിത്രത നഷ്ടപ്പെടും. തീർത്ഥാനി, തീർത്ഥസ്ഥലങ്ങളൊക്കെ കച്ചവട സ്ഥലങ്ങളാവും. ഇതൊക്കെ കണ്ടിട്ട് ഇന്ന യോഗീനൈവ സിദ്ധോ വാനജ്ഞാനി സൽക്രിയോ നര. ഈ കലിയിൽ നല്ലൊരു സംസ്കാരമുള്ള ആളുകള്, സിദ്ധന്മാരുണ്ടാവില്ല, സന്യാസിമാരുണ്ടാവില്ല, പൂജാരിമാരുണ്ടാവില്ല. അട്ടശൂല ജനപദ, നാട്ടിൻപുറങ്ങളൊക്കെ, നാട്ടിൻപുറത്തിന്റെ നന്മ നഷ്ടപ്പെടും. ശിവശൂലാതിജാതയ, ബ്രാഹ്മണന്മാര് പണത്തിനു വേണ്ടി എന്തും കാണിക്കും. ഇങ്ങനെ നടന്ന് ഏവൻ പശ്യൻ കലേ ദോഷൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നു എത്ര ലീലാഹരേരബുൾ. അതേ നടന്ന് 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 യമുനാ നദി തീരത്തെത്തിയപ്പോ, അവിടെ ഹരിയുടെ ലീല നടന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ ഒരു ആശ്ചര്യം കണ്ടു. എന്താണ് അത്ര ആശ്ചര്യം? തരുണി തത്ര നിഷണ്ണാഗിന്നമാനസ. ഒരു തരുണി വേദനിച്ചുകൊണ്ട് വാടിത്തളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടി, യുവതിയാണ്. അടുത്തു നോക്കിയപ്പോ വൃദ്ധോ തോ പതിതോ പാർശ്വേ. രണ്ട് കുട്ടികള് ആ യുവതിയുടെ അടുത്ത് തളർന്നു കിടക്കുന്നു. നിശ്വസന്തോ, ശ്വാസം വലിക്കുന്നുണ്ട്. അചേതനോ, മരിച്ചതിന് തുല്യം. ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി. ആ ദേവി അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, അവരെ പരിചയിക്കുന്നുണ്ട്. പക്ഷെ കണ്ണുനീര് നിറഞ്ഞിരിക്കുകയാണ്, വേദനയുണ്ട്. വീണ്ടും നോക്കുമ്പോ പീജ്യമാനശ്ചത സ്ത്രീ ബോധ്യമാന. അവരെ വീശിക്കൊണ്ട് അനേകം സ്ത്രീകള്. നാരദ മഹർഷിക്ക് ആശ്ചര്യം, ആരാ ഈ പെൺകുട്ടി? ആരാ ഈ തളർന്നു കിടക്കുന്ന രണ്ടുപേര്? ആരാ ഈ വീശിക്കൊണ്ട് പരിചരിക്കുന്നവര്? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി അടുത്ത് ചെന്നു. നാരദ മഹർഷി കണ്ടതും വളരെ ആദരവോടെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഭോ ഭോ സാധോ ക്ഷണം ദിഷ്ട മശ്ചിന്താമഭിനാശയ ദർശനം തവലോകസ്യ സർവദാഗഹരം പരം ബഹുദാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം യഥാ. നാരദ മഹർഷിയെപ്പോലുള്ള ഒരു പരമഗുരുവിനെ കണ്ട് തൻ്റെ ദുഃഖങ്ങളിൽ നിന്നും തന്നെ മുക്തമാക്കാൻ സാധിക്കുമെന്ന് പരിപൂർണ ബോധ്യമുള്ള ദേവി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യവതിയാണ് ഞാൻ. കാരണം എൻ്റെ കുട്ടികൾ തളർന്നു കിടക്കണു, എന്നെയും അവരെയും ഉയർത്താൻ
സാധിക്കുന്നൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യം എനിക്കുണ്ടായല്ലോ. മഹർഷി, എൻ്റെ ദുഃഖത്തിൽ നിന്ന് എന്നെ മുക്തമാക്കൂ. അപ്പൊ ദേവിയോട് ചോദിക്കുകയാണ്, വദദേവി വദ സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. എനിക്ക് ആശ്ചര്യം തോന്നുന്നു, ആരാ ഈ ദേവി? ആരാണ് ഈ കുട്ടികൾ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ, എന്താ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ ദേവി പരിചയപ്പെടുത്തുകയാണ്, അഹം ഭക്തിരിരിക്കാതോ. എന്താ ദേവിയുടെ പേര്? ഭക്തി ദേവി. ഇമോദ്മേ തനയോ മതോ. ഈ രണ്ട് കുട്ടികളും എൻ്റെ കുട്ടികളാണ്. അവരുടെ പേരാണെങ്കിൽ ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും. അപ്പൊ നമുക്ക് എന്തൊക്കെ സമ്പത്താ വേണ്ടത്? ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം പലർക്കും ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കുട്ടികൾ, 3 പേര് തളർന്നിരിക്കുക. അമ്മ ഉണർന്നിട്ടുണ്ടെങ്കിലും അമ്മ കുട്ടികൾ തളർന്ന കാരണം അമ്മയും തളർന്നു. ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും. എവിടുന്നാണ് ദേവി വരുന്നത്? ഈ സേവിക്കുന്നവരാരാണ്? ഗംഗാദി തുടങ്ങിയിട്ടുള്ള ദേവിമാരാണ്. അപ്പൊ എങ്ങനെയാ ദേവി ഇവിടെ എത്തിച്ചേർന്നത്? ദേവി ഇപ്പൊ ഇരിക്കുന്ന വൃന്ദാവനത്തിലാണ്. പറയാണ്, ദ്രാവിഡ ലോകത്തിലാണ് ഞാൻ ജനിച്ചത്. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടൊക്കെ ചേർന്ന സ്ഥലമാണ് ദ്രാവിഡം. പിന്നീടാണ് കേരളം വന്നത്. അപ്പൊ ഭക്തി ജനിച്ചത് എവിടെയാണ്? കേരളത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഭക്തി ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നത്. നോക്കൂ എത്ര ഗംഭീരാണ്. വൃദ്ധിം കർണാടകത്തിൽ ചെന്നപ്പോൾ ഒന്നുകൂടി വൃദ്ധി. അപ്പൊ കേരളത്തിനേക്കാൾ സ്ട്രോങ് അവിടെ തോന്നണോ? അത് കഴിഞ്ഞിട്ടോ കൊജിൻ മഹാരാഷ്ട്ര, കുറച്ചുകൂടി കർണാടകയിൽ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ ഒന്നുകൂടി ഉഷാറായി. ഗുർജരെ ജീർണതാം, ഗുജറാത്തിലെത്തിയപ്പം കഴിഞ്ഞു അത്രേ. പിന്നെ അവിടുന്ന് വീണ്ടും ഞാൻ കുട്ടികളെയും കൊണ്ട് പോയി വൃന്ദാവനം പുനഃപ്രാപ്യ, വൃന്ദാവനത്തിലെത്തി. അവിടെ പിന്നെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്ന സ്ഥലല്ലേ. ഞാൻ എന്തായി? യുവതി ജാതാഹം, ഞാൻ യുവതിയായി തീർന്നു. പക്ഷേ എൻ്റെ കുട്ടികൾ ഇവിടെ അങ്ങോട്ട് കടന്നുപോയി. അവരെ ഉണർത്താൻ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് നാരദ മഹർഷി, വൈപരീത്യം കുതസ്ഥിതം, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ അമ്മ യുവതിയും കുട്ടികള് യുവാക്കളും ആവേണ്ടതാണ്. ഇന്നാണെങ്കിൽ ഞാൻ യുവതിയും എൻ്റെ മക്കൾ നല്ല വൃദ്ധന്മാരും. നാരദ മഹർഷിക്ക് കലിയുഗത്തിനെ കുറിച്ച് നല്ലോണം മനസ്സിലായി ഉണ്ടാവില്ല. കലിയുഗത്തില് മക്കൾ വൃദ്ധന്മാരാവും, അമ്മമാര് ചിലപ്പോ യുവതികളായി എന്നൊക്കെ വരും. ഇതെന്താ ഈ വൈപരീത്യം വന്നിരിക്കുന്നത്? ഉടനെ നാരദ മഹർഷി ഉത്തരം പറയാണ്. നാരദ മഹർഷി പറയുന്നു, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേവി ഇവിടെ കലി വന്നിരിക്കുകയാണ്. ഈ കലിയുഗത്തിലുണ്ടല്ലോ കുകർമാചരണം, അതാണ്. കുകർമ്മങ്ങൾക്ക് ആചരണം വരും, ആചരണത്തിന് പ്രാധാന്യം വരും. ആളുകൾ ശാസ്ത്രമൊന്നും ശാസ്ത്രാനഭ്യസനാ ചെയ്വ, ശാസ്ത്രങ്ങളൊന്നും വേണ്ട വിധത്തിൽ ആളുകൾ മനസ്സിലാക്കാതെ അന്ധമായി ആചരിച്ചുകൊണ്ടിരിക്കും. കാര്യമൊന്നും മനസ്സിലാക്കില്ല. ഒരാൾ പോയി അതിൻ്റെ തൊട്ടപ്പുറകില് മുൻപേ ഗമിക്കുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഹിന്ദുമതത്തിന് ഇന്നൊരു വലിയൊരു എനിക്ക് തോന്നുന്ന അപജയം അത് തന്നെയായിരിക്കും. ഒരാൾ ചെയ്യുന്നതിൻ്റെ അതങ്ങോട്ട് തുടർന്ന് എന്തിനാന്നും അറിയില്ല. ഏതൊക്കെ അമ്പലത്തിൽ ഏതൊക്കെ വിഗ്രഹമാണെന്ന് നമുക്കറിയില്ല. ഇന്ന് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ, ഭഗവതി ഭഗവാൻ എന്നൊക്കെ. കാരണം ഇപ്പം ദൈവങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട്. എന്തോ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ മങ്കി ഗോഡെന്ന് എഴുതി വയ്ക്കുമെന്ന്. എഴുതി വെച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മളവിടെ ചെന്ന് കുടിക്കും. എന്താണെന്നും അറിയില്ല, അയാൾ ചെയ്തു, ഞാനും ചെയ്തു, ഇത്രയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാം ശാസ്ത്രങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതൊക്കെ നോക്കൂ നിങ്ങൾ. ശൗനകാദി മഹർഷിമാര് യാഗം ചെയ്യുമ്പോഴും അവർക്കറിയാം ഈ യാഗം കൊണ്ട് ഉയർച്ച ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഉയർച്ച ഉണ്ടാകുമെന്ന് 100% ഉറപ്പായിരുന്നുവെങ്കിൽ അവരൊരിക്കലും സൂതനോട് മനസ്സിലാവുന്നുണ്ടോ? അവരാ കർമ്മം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ സൂതനോട് ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ല. ഇതുപോലെ ഭക്തി ദേവി നാരദ മഹർഷിയോട് വൃന്ദാവനത്തിലാണ്. അവിടെ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മനസ്സിനെ ഉണർത്തണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല. കർമ്മങ്ങളെ കൊണ്ട് സാധ്യമല്ല, ഗുരുവിലൂടെ കിട്ടുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് പൂജകൾ ചെയ്യേണ്ടതെന്ന് ചിട്ടപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്ന, കേരളത്തിൽ ജനിച്ച് അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയ 4 മഠങ്ങൾ സ്ഥാപിച്ചു പോയ ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായി പറയും.